ഈശോയേ 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 ഈശോയേ. ശാന്തമായിട്ടിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിൻസി. ഞാൻ പൈസക്കരി ഇടവകാംഗമാണ്. ഞാനിപ്പോൾ ന്യൂസിലാൻഡിൽ നിന്നുമാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2023 മെയ് മാസം ഞാൻ ഇവിടെ എത്തി. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഖത്തർ എന്ന രാജ്യത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞാൻ പോസ്റ്റ് BSc എടുത്ത ഒരു നേഴ്സായതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ന്യൂസിലാൻഡ് ഗവൺമെൻറ് സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ ഓൺലൈനിൽ ആവിലായിലെ പ്രാർത്ഥനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. എൻ്റെ എല്ലാ വിസ തടസ്സങ്ങളും മാറി എനിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള വിസ റെഡിയായി കിട്ടി. പോകുന്നതിന് മുമ്പ് ഞാനും കുടുംബവും ആവിലായിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ന്യൂസിലാൻഡിൽ ചെന്നതിന് ശേഷം എൻ്റെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ 4 ആഴ്ച തുടർച്ചയായി ആവിലായിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു വിട്ടു. പ്രാർത്ഥനയുടെ ഫലമായി 1 മാസത്തിനുള്ളിൽ എല്ലാവർക്കുമുള്ള വിസ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ബന്ധിതരായി ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും ദൈവം ഞങ്ങൾക്കായി സാധിച്ചു തന്നു. ഭർത്താവിൻ്റെ കരളിന് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതും മാറി. നല്ലൊരു വീടും വാഹനവും കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷനും പെട്ടെന്ന് ഈശോ റെഡിയാക്കി തന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നുവെന്ന് ബിൻസി രഞ്ജിത്ത് പൈസക്കരി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വിജി, സ്ഥലം കൊട്ടിയൂർ. 2023 മാർച്ച് 9 ഞങ്ങൾ ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വരുന്നത്. വരാനുള്ള കാരണം ആ സമയത്ത് ഞങ്ങളുടെ കുടുംബം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുറേ ആഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന എന്ന പ്രാർത്ഥനയും തന്നു. രാവിലെയും സന്ധ്യയ്ക്കും നടക്കുമ്പോഴും എല്ലാം ഈ പ്രാർത്ഥന ഞാൻ എപ്പോഴും ചെല്ലുമായിരുന്നു. അന്നു മുതൽ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാ ആഴ്ചയും യേശുനാമജപത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞതുപോലെ നിയോഗം സാധിക്കുന്നതുവരെ ബന്ധിതനായ ഈശോയുടെ സ്വരൂപത്തിന് മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബന്ധിതനായ ഈശോയുടെ കരുണയാൽ സ്ഥലം വിൽപ്പന നടന്നു. ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടി. ഇതുകൂടാതെ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ബ്രജീത്ത. ഞാൻ നെല്ലിക്കുറ്റിയിൽ നിന്നും വരുന്നു. എനിക്ക് കുറച്ച് നാളുകളായി എൻ്റെ വലത്തെ ബ്രസ്റ്റിന് നീരും വേദനയും ഒരു കല്ലപ്പും ഉണ്ടായി. എനിക്ക് ഭയങ്കര പേടി തോന്നി. ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയില്ല. ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച എണ്ണയും തൈലവും പുരട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് സൗഖ്യമാക്കി തരുവാൻ ഞാൻ അപേക്ഷിച്ചു. കൂടാതെ എൻ്റെ മുഖത്ത് കറുത്ത പാടുകൾ വന്ന് കൂടുതലായി. ഞാൻ റാപ്സനച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 6 മാസമായപ്പോഴേക്കും എൻ്റെ മുഖത്തെ പാടുകൾ നീങ്ങിത്തുടങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. എൻ്റെ ബ്രസ്റ്റിൻ്റെ വേദനയും നീരും മാറിക്കിട്ടി. എനിക്ക് അസുഖം മാറിക്കിട്ടിയതിനാൽ പള്ളിയിലുള്ള ക്രൂശിത രൂപത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഞാനിത് എഴുതി വച്ചേക്കാമെന്ന് അന്നും നേർന്നിരുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആലക്കോട് ഉദയഗിരിയിൽ നിന്നും വരുന്നു. എൻ്റെ സാക്ഷ്യം: മകൻ ജർമ്മനിയിൽ ജോലിക്കായി 6 മാസത്തെ വിസയ്ക്ക് പോയി. ഡിസംബർ മാസത്തിൽ 5 മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നുമായില്ല. ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും
അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന മകന് അയച്ചു കൊടുക്കുവാൻ പറഞ്ഞു. എന്നും രാവിലെ 5:30 എന്നോടും മകനോടും 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 6 മാസമാകാൻ 8 ദിവസമുള്ളപ്പോൾ മെയ് 22 എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടി, സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല ജോലി ജർമ്മനിയിൽ കർത്താവ് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സെലീനാമ്മ. എൻ്റെ മകൻ വർഷങ്ങളായി മദ്യപിക്കുകയും പുകവലിക്കുകയും കഞ്ചാവ് വിൽക്കുകയും ചെയ്യുമായിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ മദ്യപാനവും പുകവലിയും മാറിക്കിട്ടി. എന്നും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് പ്രിയപ്പെട്ടവരെ, അനേക നാളുകളായിട്ടുള്ള മദ്യപാനത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ അടിമത്തം ഈ അമ്മ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോ, എൻ്റെ മകനെ തിരുരക്തത്താൽ കഴുകണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകന് പൂർണ്ണമായ വിടുതൽ കൊടുത്തു. കഞ്ചാവിനും മദ്യത്തിനൊക്കെ അടിമയായിരുന്ന മകൻ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന മകനായിട്ട് മാറി. അച്ഛന് ഒരു 50, 100 ക്യാൻസർ മാറിയ സന്തോഷമാണുള്ളത്. ഒച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വത്സല, വീട് പയ്യാവൂര്. എനിക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയായിരുന്നു. 4 വർഷം പല ഡോക്ടർമാരെ കാണിച്ച് ഗുളികകൾ കഴിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിൽ 24 ദിവസം അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെറിയ തോതിൽ കാഴ്ച തിരിച്ചു കിട്ടി. ഓരോ 6 മാസം കൂടുമ്പോഴും 24 ദിവസം മുടങ്ങാതെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്നും ഗുളിക ജീവിതകാലം മുഴുവൻ തുടരണമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ ആവിലായിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ഞാൻ 2 നേരവും തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പറ്റുന്ന ആഴ്ചകളിലെല്ലാം ആവിലായിൽ വരികയും ചെയ്തു. ഈശോയുടെ അനുഗ്രഹത്താൽ ഡോക്ടറെ കണ്ട് കാഴ്ച പരിശോധിച്ചപ്പോൾ 1 ലൈൻ വായിക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ ഗുളികകൾ ക്രമേണ നിർത്തി. 3 മാസം കഴിഞ്ഞ് കാഴ്ച പരിശോധിച്ചപ്പോൾ 2 ലൈൻ കൂടി എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഈശോയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ മരുമകൾ ജോത്സനയ്ക്ക് ഗർഭപാത്രത്തിൽ മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് വീണ്ടും വേദനയും ബ്ലീഡിങ്ങും തുടങ്ങി. സ്കാൻ ചെയ്തപ്പോൾ മുഴ 5 സെൻറ്റിമീറ്ററായിട്ട് അവിടെ ഉണ്ടെന്നും ഓപ്പറേഷൻ വേണമെന്നും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ സാഹചര്യം ഞങ്ങൾക്കല്ലായിരുന്നതിനാൽ ഒരാഴ്ചത്തേക്ക് മരുന്ന് വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ ആവിലായിൽ വന്ന ഓപ്പറേഷൻ കൂടാതെ അസുഖം മാറ്റിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്നും 33 ആഴ്ച ആവിലായിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്നും നേർന്നു. ഈശോയുടെ അനുഗ്രഹത്താൽ വേദന കുറഞ്ഞു, ബ്ലീഡിങ്ങിൽ നിന്നു. സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മരുമകൻ അരുണിന് 15/12/2023 ഒരു PSC പരീക്ഷയുണ്ടായിരുന്നു. തലേ ദിവസം ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി ഇവിടെ കെട്ടിയിട്ട് പരീക്ഷ പാസ്സായാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. ഈശോയുടെ അനുഗ്രഹത്താൽ കഴിഞ്ഞയാഴ്ച റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവന് 9ാം സ്ഥാനം കിട്ടി. ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഞങ്ങൾ നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് സെലീൻ, എൻ്റെ വീട് എടൂർ. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ ജനുവരി 17 എൻ്റെ ഭർത്താവിന് അതികഠിനമായ തലവേദന കാരണം മിമിസ് ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ സ്ട്രോക്ക് ആണെന്നും തലയിൽ ബ്ലീഡിംഗ് ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. 6 ദിവസം ICUയിൽ കിടന്നിട്ടും തലവേദനയ്ക്കൊരു കുറവുമുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞത് 10 ദിവസം വരെ ICUയിൽ കിടത്തണമെന്നും ഈ ദിവസങ്ങളിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നുമായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ആവിലായിൽ സാക്ഷ്യമിടാമെന്ന് നേരുകയും ചെയ്തു.
2 ദിവസത്തിന് ശേഷം MRI സ്കാൻ വീണ്ടും എടുത്തപ്പോൾ ബ്ലീഡിങ് കുറയുകയും തലവേദനയ്ക്ക് മാറ്റമുണ്ടാകുകയും ചെയ്തു. 9-ാം ദിവസം തന്നെ ICUവിൽ നിന്ന് മാറ്റുകയും അസുഖം കുറയുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ഡിയ മേരിറ്റ്. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. 30-ാം തീയതി കുട്ടികളുടെ പഠനോപകരണങ്ങൾ വെഞ്ചിരിക്കുന്ന ദിവസമായിരുന്നു. ഞാൻ തലേ ദിവസം പുസ്തകങ്ങളെല്ലാം ബാഗിലെടുത്ത് വെച്ച് രാവിലെ എണീറ്റപ്പോൾ തലയുടെ വലതുവശത്ത് അതികഠിനമായ വേദന വന്നു. എങ്കിലും ഞാൻ അന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റാത്ത വേദനയായി. ഞാൻ ആകപ്പാടെ ബുദ്ധിമുട്ടി. എൻ്റെ ഈ വേദന മാറ്റുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായപ്പോൾ കുർബാന കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വേദന പൂർണ്ണമായി മാറി. എനിക്ക് രോഗസൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ, കരിക്കോട്ടക്കരിയിൽ വീട്. ഈശോയെ, അങ്ങ് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി. ഈ പ്രത്യേക അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിതെഴുതുന്നത്. ഞാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. 2.5 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വായ്പയായി ഞാൻ കൊടുത്തു. അത് ചോദിച്ചിട്ട് തരുന്നില്ലായിരുന്നു. ഓരോ കാരണം പറഞ്ഞ് അത് മുടങ്ങി. പിന്നീട് അത് ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും ഈശോയെ എന്നും 101 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അന്ന് രാവിലെ പണം എനിക്ക് തരാമെന്ന് പറഞ്ഞു, പക്ഷേ തന്നില്ല. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു പൈസ വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ. ഞാൻ ചെന്നപ്പോൾ എനിക്ക് പൈസ തരികയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഇപ്പോൾ തന്നെ 33 പ്രാവശ്യം ചൊല്ലുന്നവര് ഒന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. പ്രാർത്ഥന ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്റ്റാളിൽ നിന്ന് സൗജന്യമായ പ്രാർത്ഥനാ കാർഡ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. നിങ്ങൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ 5:30 ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മറ്റു സമയങ്ങളിലും സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അതിൻ്റെ കൂടെ ചൊല്ലാവുന്നതാണ്. വലിയൊരു അഭിഷേകമായിരിക്കുമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ദൈവനാമത്തിന് സ്തുതി. എൻ്റെ പേര് ലിഷ സിജോ, നെല്ലിക്കാമ്പൊയി ഇടവകാംഗമാണ്. മോൻ്റെ വിദേശ ജോലിക്കായി അപ്ലൈ ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒത്തിരി തടസ്സങ്ങളുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. 1.5 വർഷത്തോളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ അച്ഛൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവന് വിസ വന്നു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേഗം നടക്കാൻ വേണ്ടി ഞാൻ ആവില അമ്മയോട് പ്രാർത്ഥിക്കുന്നു. വിസ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ ടോമി, വാണിയപ്പാറയിൽ നിന്നും വരുന്നു. ജോലിയില്ലാതെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആവിലാ സദനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും റാപ്സനച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് ദുബായിൽ ജോലി ലഭിക്കുകയും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനും സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെൽബിൻ, ഞാൻ കീഴ്പള്ളി സ്വദേശിയാണ്.
4 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടതു മൂക്കിൽ ദശ വളരുന്നത് പോലെ തോന്നി. ഞാനത് കാര്യമായി എടുത്തില്ല. പക്ഷേ ഓരോ വർഷം കഴിയും തോറും അത് കൂടി വന്നു. ശ്വാസമെടുക്കാൻ കഴിയാതെയായി. മൂക്കിലെ പാലം ബെൻഡായി ശ്വാസമെടുക്കാൻ പറ്റാത്ത വിധം അടുത്തുപോയി. അങ്ങനെ മംഗളൂർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും ഓപ്പറേഷൻ ആവശ്യമാണെന്ന് പറയുകയും ചെയ്തു. സ്ഥിരമായി കഴിക്കാൻ മെഡിസിനും നൽകി. അത് കഴിക്കുന്നുണ്ടെങ്കിൽ യാതൊരുവിധ മാറ്റവും എനിക്ക് വന്നില്ല. കുറച്ചുനാൾ മുമ്പ് എനിക്ക് ശ്വാസമെടുക്കാൻ കഴിയാതെയായി. നെഞ്ചു പൊട്ടുന്ന വേദന അനുഭവപ്പെട്ടു. ടെൻഷൻ അതികഠിനമായി മാറി. പിന്നീട് പുറത്തിറങ്ങുമ്പോൾ തല കറങ്ങുകയും ചെയ്യുന്നു. കൂടുതൽ വെയിലടിക്കുമ്പോൾ തല കറങ്ങി വീണു പോകാൻ തുടങ്ങി. ഞാനൊരു നിത്യരോഗിയായി മാറുമോ എന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. അപ്പോഴെൻ്റെ അമ്മ എന്നെ ആവിലാസനിൽ കൊണ്ടുവരികയും രാവിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അച്ഛനോട് പറയുകയും അച്ഛൻ അവിടുന്ന് എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ എൻ്റെ മൂക്കിൻ്റെ തള്ളി നിന്നിരുന്ന പാലം നേരെയാവുന്നത് ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും എനിക്ക് അനുഗ്രഹം നൽകിയ എൻ്റെ രോഗം മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. മൂക്കിൻ്റെ പാലം വളഞ്ഞിരുന്നത്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത്, മൂക്കിൽ ദശ വളർന്നിരുന്നത് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ജീന. ഞാൻ എടൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് കിട്ടിയ സൗഖ്യം പറയാനാണിത് എഴുതുന്നത്. 2020 വെൽഡിങ് ജോലിക്കിടെ 2ാം നിലയിൽ നിന്നും താഴെ വീണ് തലയോട്ടി ലെഫ്റ്റ് സൈഡ് 3 പൊട്ടി. റൈറ്റ് സൈഡ് സൺഷെയ്ഡിൽ തട്ടി ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞാൻ റാപ്സനച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സഹായം അപേക്ഷിച്ചു. എന്നോട് ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. 3-ാം ദിവസം എൻ്റെ ഭർത്താവ് കണ്ണു തുറന്നു. ഓപ്പറേഷൻ എല്ലാം നല്ല രീതിയിൽ നടന്നു. ഇപ്പോൾ പഴയ പോലെ അതേ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഇതൊരു വലിയ മിറാക്കിളാണെന്നാണ്. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിലെന്തോ പോയി. എത്ര ശ്രമിച്ചിട്ടും പോയില്ല. 5-ാമത്തെ ദിവസം ആവിലാപ്പള്ളിയിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നപ്പോൾ പെട്ടെന്ന് വൊമിറ്റിംഗ് ഉണ്ടാകുകയും എൻ്റെ തൊണ്ടയിൽ നിന്നും ആ സാധനം പുറത്തു പോവുകയും ചെയ്തു. എൻ്റെ 2 കിഡ്നിക്കും സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒരു ട്യൂബിൽ 9 സെൻറ്റിമീറ്ററും. ആദ്യം മരുന്ന് മേടിച്ചു, കുറഞ്ഞില്ല. 2ാമത് വേദന വന്നപ്പോൾ ഞാൻ ആവിലായി സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നേർന്നു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ അവിടെ ഇല്ല. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മീനു. പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാനിവിടെ ജനുവരി 25 വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. സാക്ഷ്യങ്ങൾ വായിക്കുന്ന സമയം ഫ്രാൻസിൽ പഠിക്കാൻ പോയ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ പഠിക്കാൻ പോയത് ആണ്. ഒരു പാർട്ട് ടൈം ജോബ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ശരിയായി ഇല്ലായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയം ഞാൻ അവന് ജോലി ലഭിച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവന് 3 വീക്സ് ആയപ്പോഴേക്കും ജോബ് കിട്ടുകയും നെക്സ്റ്റ് ട്യൂസ്ഡേ ജോലിക്ക് കയറുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒക്കെ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് നിഷ. ഞാൻ ആലക്കോട് നിന്നും വരുന്നു. ഞാൻ വീണിട്ട് എൻ്റെ വലത് കൈയുടെ ജോയിൻ്റ് ഊരിപ്പോയി. ആസ്പത്രിയിൽ പോയി അത് പിടിച്ചിട്ടു. 3 പ്രാവശ്യം പിടിച്ചിട്ടപ്പോഴാണ് അത് നിന്നത്. അതുകൊണ്ട് വീണ്ടും പോകാതിരിക്കാൻ പ്ലാസ്റ്റർ ഇട്ടു. 1 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്തപ്പോൾ കൈ അനക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉയർത്താനോ താഴ്ത്താനോ തിരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാൻ. 1 മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കൈക്കൊരു മാറ്റവും ഉണ്ടായില്ല. ഡോക്ടറെ വീണ്ടും കാണിച്ചപ്പോൾ MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ലെഗ്മെൻറ്റിന് തകരാറ് സംഭവിച്ചേക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ കയ്യിൽ തൊട്ട് പ്രാർത്ഥിച്ചു. കൈക്ക് അയവ് വരുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പള്ളിയിലേക്ക് പോയിക്കോ, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞു. MRI ഇപ്പോൾ എടുക്കണ്ട എന്നും പറഞ്ഞു. ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. ആരാധനയുടെ സമയത്ത് എനിക്ക് കൈ പതുക്കെ പൊക്കി കുരിശ് വരയ്ക്കാൻ സാധിച്ചു. പതുക്കെ കൈ അനക്കാൻ പറ്റി. ഇപ്പോൾ പൂർണ്ണമായും സുഖപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടുമില്ല, MRI ചെയ്തുമില്ല. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു.
അതുപോലെ അന്ന് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് 1 ഏക്കർ നഴ്സറിയുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 5 വർഷമായിട്ട് ഞങ്ങൾക്കത് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നു, എങ്കിലും അത് കിട്ടിയില്ല. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, കരുണയുടെ പ്രാർത്ഥന ചൊല്ലാനും പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് ലൈസൻസും കിട്ടി. ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കരമടിച്ചെന്ന് പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മനോജ്. ഞാൻ മണിക്കടവിൽ നിന്നും വരുന്നു. 2021 ജനുവരി മാസം എനിക്കൊരു വണ്ടി അപകടം സംഭവിച്ചിരുന്നു. അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് ഞാൻ ജോലി ചെയ്തിരുന്ന ഒമാനിലെ കമ്പനിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. ഇതിനായി അപേക്ഷ നൽകിയിട്ടും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ആവിലായിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നതിൻ്റെ ഫലമായി സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു കിട്ടി. ആവിലായിലെ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സബിത, വീട് കേളകം. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനിയത്തിയുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യം ഞാനിവിടെ പറയുന്നു. യശോദ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അമ്മ വീടിൻ്റെ അകത്ത് തറയിൽ തെന്നി വീണ് കാലിൻ്റെ തുടയെല്ല് പൊട്ടി. പേരാവൂരുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പ്രായക്കൂടുതൽ ഓപ്പറേഷനെ ബാധിക്കുമെന്നും ഡോക്ടർ സംശയം പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാതെ വൈദ്യരെ കണ്ട് മരുന്ന് വെച്ച് കെട്ടി. ഈ സമയം മൂത്രം പോകാനിട്ട ട്യൂബ് ഇൻഫെക്ഷനായി. വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. പെട്ടെന്ന് അണുബാധ കൂടിപ്പോയതിനാൽ ഇരിട്ടിയിലും പിന്നീട് തലശ്ശേരിയിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ സമയം കാലിൻ്റെ എക്സ്റേ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, പൈസ കെട്ടിവെക്കാൻ തലശ്ശേരി ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ അനസ്തേഷ്യ കൊടുത്താൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ ബുദ്ധിമുട്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞു. ഈ സമയം ഞാൻ റാപ്സൻ അച്ഛനോട് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഞാൻ യൂട്യൂബിൽ രോഗസൗഖ്യ ആരാധന കാണുകയും ഓപ്പറേഷൻ കൂടാതെ കാല് സുഖമാക്കി തന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. ബന്ധിതനായ ഈശോയുടെ അനുഗ്രഹത്താൽ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ സുഖമായി വീട്ടിലെത്തി. ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയ്ക്ക് 1000 നന്ദി. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് ചേച്ചിയുടെ മകൻ ജോസിന് വേണ്ടിയാണ്. പുൽപ്പള്ളി ആലത്തൂർ ഇടവകക്കാരനാണ്. ഒരു ജോലിക്ക് വേണ്ടി ഇസ്രായേലിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന മുടങ്ങാതെ എല്ലാവരോടും ചൊല്ലണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ബോംബെയിലായിരുന്നു ഇൻ്റർവ്യൂ. വലിയ വിഷമമായിരുന്നു. ഇൻ്റർവ്യൂ പാസ്സായി പിന്നെയും ഓരോ തടസ്സങ്ങൾ വന്നു. ഇസ്രായേലിലേക്ക് യാത്രകൾ പാടില്ല എന്ന അറിയിപ്പ് വന്നു. വിസ വരുമെന്ന് പറയുന്ന ഡേറ്റിൽ വിസ എത്തിയില്ല. അച്ഛനെ വിളിച്ച് വീണ്ടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ അച്ഛനെ വന്ന് കണ്ടു. തലയിൽ കൈവച്ച് അച്ഛൻ അനുഗ്രഹിച്ചു. നന്നായി വരാനും നീ സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. ഞാൻ ജോസിൻ്റെ ആൻറ്റി എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും സാക്ഷ്യം കെട്ടിയിടുകയും മുട്ടി വലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ബന്ധിതനായ ഈശോ കേട്ടു. 17-ാം തീയതി ഇസ്രായേലിലെത്തി. 24-ാം തീയതി അവൻ ജോലിയിൽ പ്രവേശിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് മിനി. ഞാൻ തിരുപ്പൂര് തമിഴ്നാട് ഇടവകാംഗമാണ്. എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം. മകൾ ഗർഭിണിയായിരുന്നപ്പോൾ 8 മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് വൃക്കയിൽ തടിപ്പുള്ളതായി ഡോക്ടർ പറഞ്ഞു. ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സ്കാനിങ് ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് നേർച്ച നേരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ ആ തടിപ്പ് അവിടെ ഇല്ല.
ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും മാവില അമ്മയ്ക്കും നന്ദി പറയുന്നു. ഉദരത്തിലുള്ള കുഞ്ഞിനെ സുഖപ്പെടുത്തിയ കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ 7 വർഷമായി കാനഡയിൽ ജോലി ചെയ്യുന്നു. ലീവിന് വരുമ്പോഴെല്ലാം ആവിലയിൽ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി ഞാൻ 7 വർഷമായി പഠിച്ച ജോലിക്കായി ശ്രമിക്കുന്നു. പല തടസ്സങ്ങൾ മൂലം ജോലി അവസരങ്ങൾ നഷ്ടമായി. ഈ അവസരത്തിൽ അച്ഛന് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതമെന്ന് പറയട്ടെ, ഈ മെയ് മാസം അവസാന ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല ജോലിയും വളരെ നല്ല കാലാവസ്ഥയുള്ള സ്ഥലത്ത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ജോലി എനിക്ക് തന്നു. ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി. ന്യൂമിൽ ആഡ്വിൻ, വാരാപ്പുഴ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ലീന, സ്ഥലം എറണാകുളം. എൻ്റെ വലത്തെ ആക്സിലയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസത്തിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് അത് വലിപ്പം വെച്ചാൽ ബയോപ്സിക്ക് കൊടുത്ത് വേണ്ടത് ചെയ്യാമെന്ന്. ആ നിമിഷം തന്നെ ഈശോയെ വിളിച്ചപേക്ഷിക്കുകയും ആവിലായിലെ ബന്ധിതനായ ഈശോയുടെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഒരു ടെൻഷനും വേണ്ട എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇത്ര വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് നിതിൻ കൊച്ചുപ്ലാക്കൽ, സ്ഥലം പെരുമ്പടവ്. എനിക്ക് ദുബായിൽ ഒരു കമ്പനിയിലായിരുന്നു ജോലി. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ ജോലിയില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയോടും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എത്രയും പെട്ടെന്ന് ജോലി ശരിയായാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേരുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നല്ലൊരു ജോലി തന്ന് ഈശോ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ, അതായത് ഒക്ടോബർ 14-ാം തീയതി നമ്മൾ നടത്തുന്ന ഉരുൾ നേർച്ചയുടെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ, ജോലി തടസ്സം മാറുക എന്നതും വിവാഹം തടസ്സം മാറി നല്ല വിവാഹം നടക്കുക എന്നുള്ളതും സന്താന സൗഭാഗ്യത്തിൻ്റെ നിയോഗവുമാണ്. നിങ്ങൾക്കിപ്പോഴേ ആ 3 നിയോഗങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റ് നിയോഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾ നേർച്ചയ്ക്ക് ഒരുങ്ങാവുന്നതാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ദൈവത്തിന് സ്തുതി. ഞാൻ കുര്യൻ, എടൂർ ഇടവകാംഗമാണ്. എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ തുടർച്ചയായി 9 ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഭാര്യ വിദേശത്ത് നിന്ന് അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഭാര്യ റോസമ്മയ്ക്ക് നിലവിലുള്ളതിലും മെച്ചപ്പെട്ട ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ തേർമലയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ലൈസമ്മ. എൻ്റെ മകൾ നീന 13 പ്രാവശ്യം OET എക്സാം എഴുതി. എപ്പോഴും ചെറിയ മാർക്കിന് ഫെയിലാകുമായിരുന്നു. പിന്നെയാണ് ഞാൻ ഇവിടെ വന്നതും അച്ഛനെ കണ്ടതും. അച്ഛൻ അപ്പോൾ പറഞ്ഞു, ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ എൻ്റെ മകളുടെ റിസൾട്ട് വന്നു. അവൾ നല്ല മാർക്കോടെ പാസ്സായി. എൻ്റെ മകൻ സാം ജർമ്മനിയിൽ പോകുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു തടസ്സവും കൂടാതെ അവന് ജർമ്മനിക്ക് പോകുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി. ഞാൻ അങ്ങാടിക്കടവ് ഇടവകാംഗമാണ്. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 വർഷമായി ധാരാളം മരുന്ന് ഉപയോഗിച്ചിട്ടും മാറാത്ത എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ ത്വക്ക് രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. എൻ്റെ തലകറക്കവും മാറിക്കിട്ടി.
ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ലിസി ജോസഫ്, സ്ഥലം കീഴ്പള്ളി. എനിക്ക് 4 വർഷത്തോളമായി അലർജി മൂലം ശ്വാസതടസ്സം വരുമായിരുന്നു. കൂടെ കൂടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. അതികഠിനമായ തലവേദനയും 40 വർഷമായുള്ള മൈഗ്രെയിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ കടുത്ത തലവേദന ഒത്തിരി കുറഞ്ഞു. പിന്നെ ഒരു 7 വർഷത്തോളമായുള്ള യൂറിനറി ഇൻഫെക്ഷൻ അത് പൂർണ്ണമായും മാറിക്കിട്ടി. 20 വർഷത്തോളമായി ആമാശയ അൾസർ ഇടയ്ക്കിടെ ഉണ്ടാകുമായിരുന്നു. എന്ത് കഴിച്ചാലും വയറുവേദനയായിരുന്നു. അതും പൂർണ്ണമായി മാറിക്കിട്ടി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ പലപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിയേറ്റ് ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടിരുന്നു. വിൽക്കുകയാണെങ്കിൽ സാക്ഷ്യമായി ആവിലായിൽ എഴുതിയിട്ടോളാമെന്നും നേർന്നിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ സാധിച്ചു. ആവിലായിലെ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നുവെന്ന് ആലീസ് വെള്ളൂന്നി, കേളകം. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ദൈവത്തിന് സ്തുതി. 5 വർഷങ്ങളായി എൻ്റെ മകന് വേണ്ടി കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ ആവിലായിലെ അച്ഛനെ കണ്ടു. അച്ഛനൊരു പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ആ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചു. സാധിക്കുന്ന വ്യാഴാഴ്ചകളിൽ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏപ്രിൽ മാസത്തിൽ എൻ്റെ മകന് നല്ലൊരു മകളെ ഭാര്യയായി നൽകി ഈശോ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നുവെന്ന് ലൈസി ചെട്ടിയാമ്പറമ്പ്. നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് മേരി, പയ്യാവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ മാസം BP-യും കൊളസ്ട്രോളും വളരെയധികം കൂടിപ്പോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒബ്സർവേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞ് BP കുറഞ്ഞില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോയി ന്യൂറോ സർജനെ കാണുമെന്ന്. ആവിലായിൽ വന്ന് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞ് BP നോക്കിയപ്പോൾ അത് നോർമലായി കണ്ടു. എന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ മാസ്റ്റേഴ്സ് പഠനം കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാകാതെ ഒരുപാട് വിഷമിച്ചു. 1 വർഷത്തോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. ആവിലായിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നതിൻ്റെ ഫലമായി നല്ലൊരു കമ്പനിയിൽ ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന് അഞ്ജു, കീഴ്പള്ളി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പല വ്യക്തികളും ഇവിടെ സാക്ഷ്യം എഴുതി നൽകിയിട്ടുണ്ട്. അവരുടെ പേര് വിവരം താഴെ ചേർക്കുന്നു. ബെന്നി കരയത്തിഞ്ചാൽ, ബ്രൈറ്റി ബൈജു, ദീപ ചെമ്പേരി, ടെസി മണിക്കടവ്, ആതിര സണ്ണി അടയ്ക്കാത്തോട്, ഷിജി പേരാവൂർ, സോന ജോസ് കരിക്കോട്ടക്കരി. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും സെബാസ്റ്റ്യനച്ഛനും ജോസഫ് അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലം. ഉണരാം ഉണരാം ഉണരാം.
എൻ്റെ പേര് ജിനറ്റ്, പെരുമ്പുനിയിൽ നിന്ന് വരുന്നു. 3-ാം മാസത്തെ പ്രഗ്നൻസി ടെസ്റ്റിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. കുറേ പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കൊച്ചുണ്ടായി, ഡൗൺ സിൻഡ്രോം ഇല്ല, നല്ല ആരോഗ്യത്തോടുള്ള കൊച്ചിനെ ഞങ്ങൾക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. വിളിച്ച ഈശോയേ, ഈശോയേ, വിളിക്ക് ഈശോയേ. എൻ്റെ പേര് നീതു, മണിക്കടവ് ഇടവാങ്കാമാണ്. കഴിഞ്ഞ പ്രാവശ്യം മെയ് ലാസ്റ്റ് വീക്കാണ് ഞാനിവിടെ വന്നത്. പ്രഗ്നൻസി പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് PCOD കൺഫേം ചെയ്തത്. കൂടാതെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ 2 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഞങ്ങളിവിടെ വരികയും അച്ഛനെ കാണുകയും അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾക്ക് തരികയും അത് ഫോളോ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പോയതിന് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് പ്രഗ്നൻസി പോസിറ്റീവായി. പക്ഷേ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് മന്ത് മുതൽ ചെറിയ ബ്ലീഡിങ് കണ്ടു തുടങ്ങി. വീണ്ടും എനിക്ക് വരാൻ സാധിച്ചില്ല, ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഹസ്ബൻഡ് വരികയും അച്ഛനെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഇപ്പം 4.5 മാസമായി. പേര് ഹന്ന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കഴിഞ്ഞ മെയ് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. PCOD പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? PCODയും തൈറോയിഡൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രഗ്നൻ്റ് ആവാത്തതെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് തടസ്സമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. കർത്താവ് അതൊക്കെ എടുത്തു മാറ്റി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ഉറക്കെ വിളിക്കാം. ഈശോയേ, കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോയേ എന്ന് വിളിച്ചു. ഈശോയേ, എൻ്റെ വായ വെച്ച് വിളിക്കുന്നു. ഈശോ വിളിക്കുന്നുണ്ട്. എന്തുകുട്ടിയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പെൺകുട്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഹേമ, സ്ഥലം കണ്ണൂർ ചക്രക്കല്ല്. എൻ്റെ ഭർത്താവിന് ഈശോയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഭർത്താവിന് 2023 ഫെബ്രുവരി മാസം പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം സ്ട്രോക്കിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ചില മരുന്ന് ശരീരത്തിനകത്ത് രക്തസ്രാവം ഉണ്ടാക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു നോക്കിയപ്പോൾ ആമാശയത്തിൽ പുണ്ണുണ്ടെന്നും അത് ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞു. ഉടനെ ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു വന്നത്. പിന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ആമാശയം എടുത്തു മാറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കീമോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വേഗം സ്പ്രെഡാകുന്ന അണുക്കളായതുകൊണ്ട് കീമോ ചെയ്യേണ്ടി വന്നു. കീമോ 2 എണ്ണം ചെയ്ത സമയത്ത് രക്തം ഛർദ്ദിച്ചു. വീണ്ടും കോടിയേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് വയർ മുഴുവനായും വാഷ് ചെയ്യുകയും ശരീരം അവശ്യ നിലയിലായത് കാരണം ഗാസ്ട്രോ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞു. അവിടെ ഗാസ്ട്രോൻ്റെ ഡോക്ടർ ഇല്ലാത്തത് കാരണം ധനലക്ഷ്മിയിലേക്ക് കൊണ്ടുപോയി ICUവിലാക്കി. എൻഡോസ്കോപ്പി വീണ്ടും ചെയ്തു. വയറിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം പറയുകയും ചെയ്തു. ബയോപ്സിക്ക് സാമ്പിൾ എടുത്ത് അയച്ചു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഉഷ ആവിലാസദൻ എന്ന ആശ്രമത്തെപ്പറ്റി പറഞ്ഞു തന്നത്.
ഈശോയെ അങ്ങയുടെ കരുണയിൽ നിന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം പ്രാർത്ഥിക്കാനും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അതുപോലെ ഞാൻ ആശുപത്രിയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വ്യാഴാഴ്ച ഞാൻ ഓൺലൈനിൽ ധ്യാനം കൂടുകയും ചെയ്തു. പിറ്റേന്ന് റിസൾട്ട് വന്നു, നെഗറ്റീവായിരുന്നു. പിന്നീടുള്ള എല്ലാ പറ്റുന്ന വ്യാഴാഴ്ചകളിലും ഞാൻ ആവില ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു. പറ്റാത്ത സമയങ്ങളിൽ ഓൺലൈനിൽ കൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം 8 കീമോ സുഖമായി ചെയ്യുവാൻ സാധിച്ചു. പിന്നീട് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോവുകയും ചെയ്തിരുന്നു. സാക്ഷ്യം പറയാൻ പലതവണ വരാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 2024 മാർച്ച് 4-ാം തീയതി ചെക്കപ്പിന് പോയപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടെന്ന് സംശയം പറഞ്ഞു. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ കണ്ടത് കാരണം MRI ചെയ്തു. അതിലും ക്യാൻസർ തുടക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്നും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ ധൈര്യമായി പോയിക്കൊള്ളുവാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് മെയ് 14 ബയോപ്സിക്ക് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് 20 കിട്ടി. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. റാപ്സൻ അച്ഛൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിത അവസാനം വരെയും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിൽ അമ്മത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈശോയെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സുരേന്ദ്രൻ എന്നാണ് ഈ സഹോദരൻ്റെ ചേട്ടൻ്റെ പേര്. ഹേമ എന്നാണ് ചേച്ചിയുടെ പേര്. കർത്താവ് അത്ഭുതകരമായിട്ട് CT സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബയോപ്സി ചെയ്തു നോക്കുമ്പോൾ ക്യാൻസർ അല്ല എന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുപോലെ ഈ സഹോദരി പറഞ്ഞതുപോലെ ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ജീവിതാവസാനം വരെ സർവ്വ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.